ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരാധ്യ ആൻഡ് ആരാധ്യാസ് വേൾഡ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡെയിലി ബുക്കിനെ കുറിച്ച് പറയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം മീഷോയിൽ പോയപ്പോൾ വാങ്ങിയ ഒരു ഡെയിലി ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മാക്സിമം ചെയ്തിട്ടുള്ളത് കുറച്ച് ടു ഡു ലിസ്റ്റാണ്. ഡിസംബറിൽ എൻ്റെ പകുതി ആയപ്പോഴത്തേക്കും ചെയ്ത കുറച്ച് ടു ഡു ലിസ്റ്റുകളാണ്. ആകെ അത് 1-2 പേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് കഴിഞ്ഞ് പിന്നെ വെക്കേഷനായി. ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ടു ഡു ലിസ്റ്റ്. കാരണം എനിക്ക് ബാക്കി സമയമില്ലായിരുന്നു. സോ അതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് ടു ഡു ലിസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബുക്ക് വെറുതെ ഇരിക്കുന്നത് ഞാൻ പിന്നെ കൈകൊണ്ടേ തൊട്ടിട്ടില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോയപ്പോൾ എൻ്റെ കസിൻ ചേച്ചി ജേർണൽ ചെയ്യുന്ന കണ്ടപ്പോൾ പിന്നെ എനിക്കും കൂടെ തോന്നി. അപ്പോൾ ഇന്ന് ബോറടിച്ചിരുന്നപ്പോൾ ഈ ഒരു ബുക്ക് എൻ്റെ കണ്ണി വന്നിട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എംപ്റ്റി പേജസ് കുറച്ച് ജേർണൽ ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജേർണൽ ഇതാണ്. ഒരു പേർപ്പിൾ ജേർണലാണ്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ജേർണലിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. അതായത് ഞാനൊരു വാണിംഗ് തരാം. ഈ ജേർണലിൽ ഞാൻ കളർ പേപ്പേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇത് കളേഴ്സും പെന്നും വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. വാണിംഗ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ 2 എഡ്ജിലും ഞാൻ അങ്ങനത്തെ സെക്കൻഡ് അതിൻ്റെ 2ൻ്റെ മണ്ടയ്ക്ക് ഫ്ലവേഴ്സ്, 3rd ബബിൾസ് അവിടെ ഇവിടെയൊക്കെ, 4th നമ്മുടെ ലെറ്റർ, നമ്മുടെ മെയിൻ സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് ബോർഡറും ഡിസൈനും, 5th നമ്മുടെ മെയിൻലി ലെറ്റർ എ ബ്യൂട്ടിഫുൾ ഡ്രീം ടുഡേ എന്നാണ് എൻ്റെ ഫസ്റ്റ്ലി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ. സെക്കൻഡ് സെൻറ്റൻസ് എ ബ്യൂട്ടിഫുൾ ഡേ ടുമോറോ. ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡ്രീം ആയിരിക്കും, പക്ഷെ നാളെ അതേപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കും നമുക്ക് നാളെ കിട്ടുക. ആ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു റെഡിഷ് തീമിലാണ്. ആക്ച്വലി ഞാനിത് എൻ്റെ ഇഷ്ടത്തിൽ ചെയ്തതല്ല. ഞാനിത് ഗൂഗിൾ നോക്കി കണ്ട് ഞാൻ ചെയ്തതാണ്. അല്ലാതെ എനിക്ക് എത്രയും ചെയ്യാനൊന്നും അറിയില്ല. ഇത് റെഡ് തീമാണ്. എൻ്റെ കയ്യിൽ പിങ്ക് കളർ ഇല്ലാത്തതുകൊണ്ടാണ് റെഡ് എടുത്തത്. ആൻഡ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ ബ്രെയിൻ ഡംപ് എഴുതിക്കുന്ന താഴെ ജേർണലിംഗ് ഈസ് ദ സ്റ്റാർട്ടിങ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന ഈ ഒരു സെൻറ്റൻസും, അതേപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള എ ബ്യൂട്ടിഫുൾ ഡേ എവർ, ഈ 2 സെൻറ്റൻസും ഞാൻ തന്നെ എഴുതിയതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എംപ്റ്റി സ്ഥലങ്ങൾ കണ്ടപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് സെൻറ്റൻസ് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബ്ലൂ തീമാണ്. ബ്ലൂ തീമിൽ നമുക്ക് 2 വേവ്സ് പോലത്തെ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ തീം എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ വേവ്സിൻ്റെ മണ്ടയ്ക്കായിട്ട് ഫ്ലവേഴ്സ്, 2 ക്ലൗഡ്, 2 ക്ലൗഡിൻ്റെ ഉള്ളിലും ക്ലൗഡി ഡേയും റെയിനി ഡേയും എഴുതി. പിന്നെ ഗ്രിഡിനകത്ത് നമ്മുടെ ഇന്നത്തെ ഡേറ്റ്, മന്ത്, വീക്ക്, പിന്നെ നമ്മുടെ എഴുതാനുള്ള എന്താ പറയുക ലെറ്ററിൻ്റെ ബോർഡർ ആൻഡ് നമ്മുടെ ലെറ്റർ, പിന്നെ സമ്മർ ലൈഫ് ഫുൾ എൻജോയ്മെൻറ്റ് ഫുൾ ഓഫ് ജോയ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലെറ്ററാണ്. ഹാപ്പി ഡേ, ഹാപ്പി ലൈഫ്, ഹാപ്പി ഫ്യൂച്ചർ എന്ന ഈ ഒരു ലെറ്ററാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ജേർണലിലേക്ക് കടക്കാം. നെക്സ്റ്റ് ജേർണൽ യെല്ലോ ജേർണലാണ്. യെല്ലോ തീമിലെ ജേർണലാണ്. ഇതിൽ മണ്ടയ്ക്കും താഴെയും ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ബോർഡർ. പിന്നെ സൺഫ്ലവർ ആണോ എന്ന് എനിക്കറിയില്ല, ഏതൊക്കെയോ ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ആയിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ലെറ്റർ എഴുതാനുള്ള ബോർഡർ, അതിനകത്ത് കുറച്ച് സണ്ണ് അപ്പുറത്തും എനിക്കൊരു കവായി പോലെയൊക്കെ തോന്നി. നെക്സ്റ്റ് നമ്മുടെ ലെറ്റർ പീസ്ഫുൾ ഫ്യൂച്ചർ, പീസ്ഫുൾ വെക്കേഷൻ, പീസ്ഫുൾ സമ്മർ, ഓൾ പീസ്ഫുൾ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓൾ പീസ്ഫുൾ, എല്ലാം പീസ്ഫുൾ ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. അപ്പം നെക്സ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് തീം ഓറഞ്ച് തീമാണ്. ഇതിനകത്ത് മെയിൻലി ഞാൻ ഓറഞ്ച് ഫ്രൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഓറഞ്ച് ഫ്രൂട്ട് ആൻഡ് ഒരെണ്ണം പകുതി അത് ഒരാൾ കടിച്ചിട്ട് സോ ടേസ്റ്റി എന്ന് പറയുന്ന ഓറഞ്ച്. പിന്നെ ഇത് 4 സൈഡിലും ഞാൻ മറ്റേ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ടേസ്റ്റി, കുറച്ച് ഓറഞ്ച്, പിന്നെ വലിയ ഓറഞ്ചിൻ്റെ മണ്ടയ്ക്ക് ഓറഞ്ച് എന്ന് എഴുതിയിട്ട്, പിന്നെ നമ്മുടെ ലെറ്ററിൻ്റെ എന്താ പറയുക ബോർഡർ, ലെറ്റർ വി ഓൾ ഹാവ് എ സ്പെഷ്യൽ ഡേ, അതാണ് നമ്മുടെ ലെറ്ററിൻ്റെ മെയിൻ. വി ഓൾ ഹാവ് എ സ്പെഷ്യൽ ഡേ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഇട്ടിട്ടുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് അവർ ബർത്ത്ഡേ. നമ്മുടെ ബർത്ത്ഡേ ആയാലും എന്തായാലും നമ്മുടെ സ്പെഷ്യൽ ഡേ ആണല്ലേ. അപ്പോൾ ബർത്ത്ഡേ ആണ് ഞാൻ ഇപ്രാവശ്യം എഴുതിയിരിക്കുന്നത്. ഇന്ന് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. മെയ് 9th സാറ്റർഡേ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊരു വിഷായിട്ടും നിങ്ങൾ എടുത്തോട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് നിങ്ങൾക്കൊരു ചലഞ്ചാണേ. ചലഞ്ചല്ല, ഒരു ജസ്റ്റ് നിങ്ങളുടെ ഒരു ടൈമാണ് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഒരു എം ടി പേജ് ഉണ്ട്. ഈ പേജിൽ നിങ്ങൾ ഈ ഒരു
ഈ ഒരു വീഡിയോൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീം പിങ്ക് ഒഴിച്ച് ബാക്കി എല്ലാ തീമും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തീമും പിന്നെ നല്ലൊരു ജേർണലിങ് ലെറ്ററും കൂടെ കമൻറ്റ് ചെയ്യുക. ടോപ്പ് കമൻറ്റ് എടുത്ത് ഞാൻ ചെയ്യും. അതേഴ്സ് പേടിക്കേണ്ട, മറ്റുള്ളവരുടെ കമൻസും ഞാൻ പിന്നെ എടുത്ത് ചെയ്യും. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.